എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ മലയാളം വൊക്കാബുലറി സീരീസിലെ ആത്മകഥാ സീരീസിലെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഒന്നാം ഭാഗം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരിഞ്ഞ് നോക്കുമ്പോൾ പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ ലോകസഭ രാജ്യസഭ MP സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ ആത്മകഥയാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ. അടുത്തതാണ് ഓർമ്മക്കുറിപ്പുകൾ. 70കളിലെ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ മുഖചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന K. അജിതയുടെ ആത്മകഥയാണ് ഓർമ്മക്കുറിപ്പുകൾ. അടുത്തതാണ് എൻ്റെ ഇന്നലെകൾ. മുൻ CPI നേതാവും ലോകസഭാംഗവുമായിരുന്ന CK ചന്ദ്രപ്പന്റെ ആത്മകഥയാണ് എൻ്റെ ഇന്നലെകൾ. അദ്ദേഹം ഗോവ വിമോചന സമരത്തിൽ പങ്കെടുക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. MP മാരുടെയും MLA മാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൽ ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കുന്നതിനായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചത് CK ചന്ദ്രപ്പനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ഇന്നലെകൾ. വെള്ളാപ്പള്ളി നടേശന്റെയും ആത്മകഥയുടെ പേര് എൻ്റെ ഇന്നലകൾ എന്ന് തന്നെയാണ്. അടുത്ത ആത്മകഥയാണ് ജീവിതം ഒരു സമരം. കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക്, കേരളത്തിലെ ഉരുക്ക് വനിത, അതുപോലെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നിങ്ങനെ എല്ലാം വിശേഷണമുള്ള അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും 2 തവണ അടുപ്പിച്ച് രാജ്യസഭാംഗം ആവുകയും എഴുത്തുകാരി എന്ന നിലയിലും പ്രസിദ്ധയായിരുന്ന ഭാരതി ഉദയഭാനുവിന്റെ ആത്മകഥയാണ്. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്നത് ഭാരതി ഉദയഭാനുവിന്റെ ആത്മകഥയാണെന്ന് നമ്മൾ കണ്ടു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് VT ഭട്ടതിരിപ്പാട് രചിച്ച ഒരു പ്രസിദ്ധമായ നാടകവുമാണ്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. നമ്മളത് ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്.